نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹം നിറഞ്ഞിട്ടുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ദിനരാത്രങ്ങളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മളേവരും ഈ ഒരു ബലിപെരുന്നാളിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് എത്രത്തോളം അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയാലും ഒരു നന്ദിയില്ലാത്ത ജീവിതമാണ് മനുഷ്യൻ ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേഗത്തിൽ നഷ്ടപ്പെടുന്ന ഒരു ഗുണമാണ് ശുക്ർ എന്നുള്ളത്, അള്ളാഹുവിനോടുള്ള നന്ദി. പെരുന്നാൾ ദിനങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ്. അവൻ്റെ കുടുംബത്തോടുള്ള സമയം, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും പടച്ച റബ്ബ് അവനെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇവയെല്ലാം പടച്ച റബ്ബിൻ്റെ വലിയ നിഅമത്തുകൾ തന്നെയാണ്. എന്നാൽ പലപ്പോഴും മനുഷ്യൻ ഈ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല എന്നതാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട്, എനിക്ക് കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ആവലാതിപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് മനുഷ്യരെന്നുള്ളത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്, ലഇൻ ശകറതും ലഅസീദന്നകും. വളരെ സുപരിചിതമായിട്ടുള്ള ആയത്താണ്. നിങ്ങളെങ്ങാനും എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാനിതാ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരികയാണ്
ഈ ഒരു ആയത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഈ ആയത്തിൻ്റെ തുടർച്ച എന്നോളം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല വെക്കുകയാണ്, തുടർന്ന് വെക്കുകയാണ്. വലഇൻ കഫറതും ഇന്ന അദാബി ലശദീദ്. നിങ്ങളെങ്ങാനും എന്നോട് നന്ദി കെട്ടവരായിക്കൊണ്ട് എന്നെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ എൻ്റെ ശിക്ഷ തന്നെ നിങ്ങൾക്ക് കഠിനമായിക്കൊണ്ടായിരിക്കും. ശിക്ഷ കഠിനമായിക്കൊണ്ടായിരിക്കുമെന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സുന്ദരമായിട്ടുള്ള രീതിയിൽ, വ്യക്തമായിട്ടുള്ള രീതിയിൽ അത് നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ആരെങ്കിലും നന്ദി, പടച്ച റബ്ബിനോട് നന്ദി, അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു നന്ദി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ വീടുകളിൽ കഴിയുന്നുണ്ട്, പക്ഷെ ഒരു സമാധാനമല്ല. നല്ലൊരു ഭക്ഷണം നമുക്കുണ്ട്, പക്ഷേ ഒരു ബറക്കത്തില്ലാത്ത ഒരു സമ്പ്രദായമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നല്ല സമ്പത്തുണ്ട്, പക്ഷെ ഒരു സന്തോഷം നമുക്കില്ല. കാരണം എന്താ? മനുഷ്യൻ അള്ളാഹിനെ മറക്കുന്നത് എന്നുള്ളതാണ്. അവൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുക പോലുമില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്ന ഒരു ഹദീസുണ്ട്. അതായത് ഇൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം, നിങ്ങളെക്കാൾ മുകളിലുള്ളവരേക്ക് നിങ്ങൾ നോക്കരുത്. എൻ്റെ ഇത് പറയാനുള്ള കാരണം, അങ്ങനെ ചെയ്താൽ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായി കാണും അല്ലേ? നമ്മൾ തൊട്ട അയൽവക്കത്തുള്ള ആൾക്കാർക്ക് ഇത്ര കൊടുത്തുക്കണമല്ലോ, എന്താ എനിക്ക് കുറഞ്ഞു പോയത്? ഞാനെന്നും പള്ളിയിൽ കാണുന്ന ആളാണ്, ഞാൻ അള്ളാഹിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ആളാണ്, എന്നിട്ട് എന്താ എനിക്ക് കുറച്ച് എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്? ഇങ്ങനെ ചിന്താഗതിയെ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ പാടില്ല. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ 4 ചുമരുകൾക്കുള്ളിൽ സ്വന്തം ശരീരം പോലും നിൽക്കാൻ, അനക്കാൻ പോലും സാധിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് അല്ലേ? ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിൽ കയറി ഇറങ്ങുന്ന എത്ര രോഗികളാണ് നമ്മൾ കാണുന്നത്. ഒന്നൊരടി പോലും വെക്കാൻ സാധിക്കാതെ, ഒന്ന് നടക്കാൻ പോലും സാധിക്കാതെ അല്ലേ നിൽക്കുന്ന എത്ര ആളുകളാണ്. സുന്ദരമായിട്ടുള്ള പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കാണാൻ വേണ്ടി തന്നിട്ടുള്ള ഈ കണ്ണുകൾ കൊണ്ട് ഈ ലോകത്തിലുള്ള സുന്ദരമായിട്ടുള്ള വസ്തുക്കളൊന്നും കാണാതെ കാഴ്ച എന്ന സംഭവം ജീവിതത്തിൽ എന്താണെന്ന് പോലും അറിയാത്ത എത്ര ആളുകളാണ്. ഇങ്ങനെ എണ്ണി തുടങ്ങുകയാണെങ്കിൽ അല്ലേ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എത്ര തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ എണ്ണിയാലും സുഹൃത്തുക്കളെ നമുക്ക് മതിയാവുകയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലായെങ്കിൽ, ഇന്ന് സമാധാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ യുദ്ധങ്ങൾ കാരണം കൊണ്ട് വീട് നഷ്ടപ്പെട്ടിട്ടുള്ള മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിലും. അതൊക്കെ എന്താണ് സമാധാനത്തിൻ്റെ ഒരു രുചി എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എണ്ണിയാലും നമുക്ക് തിട്ടപ്പെടുത്താൻ വേണ്ടി സാധ്യമല്ല. പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുകയാണ്, നീ രാവിലെ സുരക്ഷിതനായിക്കൊണ്ട് ഉണരുകയാണ്, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, ഭയങ്കര പ്രശ്നമൊന്നുമില്ല, രോഗമൊന്നുമില്ല, എന്നാൽ ആ ദിവസത്തേക്കുള്ള ഭക്ഷണവും നിനക്കുണ്ട്. നിൻ്റെ വീട്ടിൽ ആ ദിവസം നിനക്ക് കഴിഞ്ഞു പോകാനുള്ള ഭക്ഷിക്കാനുള്ള ഭക്ഷണവും നിനക്കുണ്ട്. ഈ ലോകം തന്നെ നിനക്ക് മുഴുവൻ കിട്ടിയതുപോലെയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുകയാണ് അല്ലേ? പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരുന്നു, എന്നാൽ ആ വാക്ക് ജീവിതത്തിൽ സ്ഥിരമാക്കാൻ കൊണ്ട് നമ്മൾ സാധിച്ചിട്ടുണ്ടോ അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള മുസീബത്തുകൾ വരികയാണെങ്കിൽ, എന്തെങ്കിലും തരത്തിൽ ആവലാദികൾ, വേവലാദികൾ, ദുഃഖങ്ങൾ, പരിഭവങ്ങളൊക്കെ വരുമ്പോഴും അവിടെയും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ശുക്രിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ നമ്മളെ കൊണ്ട് ആവണമെന്നുള്ളതാണ്. ചിലർ ഇല്ലാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ള നിഅമത്തുകൾ അവർ വിട്ടു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ആവലാതിപ്പെടുന്നവരാണ് മനുഷ്യർ. യഥാർത്ഥത്തിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള നിഅമത്തുകളെ കുറിച്ചിട്ട് അവർ കാണാതെയാവും എന്നുള്ളതാണ് അല്ലേ? മഹദിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റസൂലേ എന്തിനാ നിങ്ങളിങ്ങനെ നമസ്കരിക്കുന്നത്? രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയാണ്, കാലിലിങ്ങനെ നീര് വെച്ചിട്ടുണ്ട്. എന്തിനാണ് റസൂലെ? നിങ്ങൾ പാപങ്ങളെല്ലാം തന്നെ നീക്കിയിട്ടുള്ള മനുഷ്യനാണ്, അന്ത്യപ്രവാചകനാണ്, ഒരുപാട് ശ്രേഷ്ഠതയും മഹത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്തിനാണ് അള്ളാഹിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് നമസ്കരിക്കുന്നത് ചോദിച്ചപ്പോൾ അവിടുന്ന് സുന്ദരമായിട്ടുള്ള രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുകയാണ്, അഫല അകൂന അബ്ദൻ ശബൂറ, എങ്കിൽ എനിക്ക് നന്ദിയുള്ള ഒരു ദാസനായിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പടച്ച റബ്ബിന് നന്ദി കാണിക്കുന്ന ഒരു അടിമയാകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മഹദിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു വെക്കുകയാണ്. അതായത് യഥാർത്ഥത്തിലുള്ള ജീവിതം, അനുഗ്രഹങ്ങൾ കൊണ്ട് കാണേണ്ട കണ്ണുകൾ, അള്ളാഹിനെ മറക്കാത്ത ഹൃദയം, അൽഹംദുലില്ലാ എന്ന് ഉരുവിടുന്ന നാവുകളൊക്കെ ശുക്രിൻ്റെ അടയാളമാണ്. പിന്നീടുള്ളതാണ് എല്ലാ നാടുകളിലും നമ്മൾ എടുത്തുനിന്ന് കണ്ണോടിച്ച് നോക്കിയാൽ അധികവും വൃദ്ധരായിട്ടുള്ള ആളുകളായിരിക്കും അധികം ഉണ്ടാവുക. എന്നാൽ ഈ ഒരു പള്ളിയിലെ അവസ്ഥ നമുക്കൊക്കെ അറിയാം, എന്താണ്? അധികം യുവാക്കളാണ്. ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേടുന്നത് യുവാക്കൾ തന്നെയാണ്. പഴയ കാലത്ത് മനുഷ്യർ പാവങ്ങളിലേക്ക് പോകാൻ ഭയങ്കര ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു, ഭയങ്കര പ്രയാസമാണ് അല്ലേ? എന്താണ്? ഇന്ന ആൾ കാണോ, ഞാൻ രഹസ്യമായിട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റൂല, കാരണം എല്ലാവരും കാണും. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയാണ് അല്ലേ? ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു മനുഷ്യർ പാപങ്ങളൊക്കെ ചെയ്യാൻ, ഭയങ്കര ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ
ഇന്ന് വിരലിൻ്റെ തുമ്പത്തതാ പാവങ്ങളതാ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ്, അല്ല ഒരു കെട്ട കാലത്തിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കാണ്, കുല്ലിൽ മുഅ്മിനീന യഗളൂ മിനൽ അബ്സാരി വയഹ്ഫളൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ ദൃഷ്ടികളെ താഴ്ത്തുക, നിങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാകുന്നു എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് പല യുവാക്കളുടെയും ഹൃദയമത സോഷ്യൽ മീഡിയയിൽ അത് അടിമയായിക്കൊണ്ട് നിൽക്കുകയാണ്. മണിക്കൂറുകളോളം ഫോണിൻ്റെ സ്ക്രീനുകളിൽ മുമ്പിൽ അതാ ചിലവഴിക്കുകയാണ്. സുബഹി നമസ്കാരങ്ങൾ, മറ്റു നമസ്കാരങ്ങളിൽ അതാ വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. ഖുർആനിൻ്റെ വാക്കുകൾ, പടച്ച റബ്ബിനെ നമുക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള സത്യത്തെയും അസത്യത്തെയും ധർമ്മത്തെയും അധർമ്മത്തെയും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വിച്ഛേദിച്ച് വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ഇന്ന് ഈ ലോകത്തുണ്ടെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള ഖുർആനിലേക്ക് ഒരു നേരം പോലും ഇരിക്കാനുള്ള സമ്മതം മനസ്സങ്ങോട്ട് സമ്മതിക്കാത്ത ഒരു സന്ദർഭത്തിൽ മൊബൈലൊക്കെ ഇങ്ങനെ മുഴുകി ജീവിക്കുന്ന ഇതൊക്കെ ഇന്നത്തെ ഫിത്തിനെയാണ് യുവാക്കൾക്കിടയിലുള്ള. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു വെക്കുകയാണ്, കുല്ലു ഉമ്മത്തി മആഫൻ ഇല്ലൽ മുഹാജിരീൻ. എൻ്റെ ഉമ്മത്തിലെ പരസ്യമായിക്കൊണ്ട് പാപം ചെയ്യുന്നവരൊഴികെ എല്ലാവർക്കും മാപ്പ് ലഭിക്കും. ഇന്നത്തെ കാലത്ത് അല്ലേ പരസ്യമായിക്കൊണ്ട് അതൊക്കെ പ്രശ്നമാണോ അല്ലേ? പലരും ചോദിക്കുക, സംസാരിച്ചാലും അവർ പറയാം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അതൊക്കെ ഹറാമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇപ്പോൾ ജീവിക്കാൻ കഴിയുക അല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ ഇപ്പോൾ ഹറാമാവുക? നാട്ടിലൊക്കെ നടക്കുന്ന സംഭവങ്ങളല്ലേ അല്ലേ? എങ്ങനെ വില കുറച്ച് കാണും. സുഹൃത്തുക്കളെ, പാപങ്ങൾ പടച്ച റബ്ബ് പൊറുക്കൂല എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് അല്ലേ? പടച്ച റബ്ബ് ഉദ്ദേശിച്ചാൽ മാത്രമേ പൊറുത്തിരുള്ളൂ. ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ 99 ആളെ കൊന്നിട്ടുള്ള ആളുകൾക്ക് പൊറുത്തു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ? അദ്ദേഹത്തിന് റബ്ബിന് മാത്രം അറിയുന്നൊരു സംഭവമാണത്. വളരെ രഹസ്യമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്താ ഇന്നെന്താ നമ്മൾ പലപ്പോഴും ആൾക്കൊരു ഗൗരവത്തിലല്ല അല്ലേ, തീരെ ഒരു ഗൗരവമില്ലാതെ പല പാപങ്ങളും നമ്മൾ ചെയ്യുന്നത്. പടച്ചറവ് വിചാരിച്ചാൽ മാത്രമേ പടച്ചറവ് പൊറുത്തിരുള്ളൂ. ഭയങ്കര രീതിയിൽ ഗൗരവത്തിലെടുക്കുന്ന വിഷയം തന്നെയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിലൂടെ നമ്മൾ കണ്ണുപിടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സബൂഅത്തി യളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിൽ ഇടം ലഭിക്കുന്ന 7 വിഭാഗക്കാരുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്താ? അതായത് ആ വിഭാഗങ്ങൾ എണ്ണിയപ്പം അവിടുന്ന് എണ്ണാണ് എന്ത്? അള്ളാഹുവിൻ്റെ ആരാധനയിൽ അല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളർന്നിട്ടുള്ള ഒരു യുവാവ് എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കൾക്കുള്ള വലിയൊരു ബഹുമതി തന്നെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. ഏറെ പ്രചോദനമാണ് യുവാക്കൾക്കിടയിൽ. കാരണം എന്താ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് സൗന്ദര്യം എന്നുള്ളത്. ആരും കണ്ടാൽ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഒന്ന് കണ്ടാൽ ഇങ്ങനെ നോക്കിപ്പോകുന്ന തരത്തിലുള്ള ഒരു സൗന്ദര്യമായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അവിടുന്ന് എന്താണ്? നല്ല തറവാടുള്ള, നല്ല സൗന്ദര്യമുള്ള, അധികാരമൊക്കെ ഉള്ള, എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സ്ത്രീ തെറ്റിലേക്ക് ക്ഷണിക്കുകയാണ് അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറയേണ്ട അവസ്ഥയല്ല അല്ലേ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ. പക്ഷെ അവിടുന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറയാനെന്ത്? മഅദല്ലാഹ്, ഞാനിത് അള്ളാഹിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്, എനിക്ക് അള്ളാഹു ഇനി രക്ഷ തരണമെന്ന് പറയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു പാതയിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ നമ്മളെ കൊണ്ട് ആവണം എന്നുള്ളതാണ്. അതായത് യുവാക്കൾക്ക്, അതായത് ഇന്ന കാലത്ത് പിന്നെ ഇതാണ് മാതാപിതാക്കൾക്കൊന്നും കാണാത്ത, മാതാപിതാക്കൾക്കൊന്നും തിരിഞ്ഞു നോക്കാത്ത തരത്തിലുള്ള പല ആളുകളെയും കാണാൻ വേണ്ടി സാധിക്കും. സുഹൃത്തുക്കളെ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് അവരൊക്കെ വേദനിപ്പിക്കാതെ നോക്കാനും നമ്മളെ കൊണ്ട് സാധ്യമാകണമെന്നുള്ളത്. കാരണം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എവിടെയൊക്കെ അള്ളാഹിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ ഇബാദത്തിന്റെ വിഷയം എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ പടച്ച റബ്ബ് മാതാപിതാക്കളോടുള്ള കടമയെ കുറിച്ചിട്ട് ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് അതിൻ്റെ ഗൗരവത്തെയാണ്. നമുക്ക് അറിയാവുന്ന കാര്യം. പക്ഷേ നമ്മൾ ഒരു പലപ്പോഴായിട്ട് മറക്കുന്ന സന്ദർഭമാണ് അല്ലെ? വാക്കുകൾ കൊണ്ട്, നോട്ടം കൊണ്ട്, ചെയ്തികൾ കൊണ്ട് ഒരിക്കലും പോലും മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ മുന്നേറാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുന്നുണ്ട്. പിന്നീട് ഓർമ്മപ്പെടുത്തുകയാണ്, അതായത് ഒരു മധ്യ കവാടമാണ് സ്വർഗത്തിലെ മാതാപിതാക്കൾ എന്നുള്ളത്. നിനക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാത്തു സൂക്ഷിക്കാം, അല്ലെങ്കിൽ അത് വിട്ടിരിഞ്ഞ് നിങ്ങൾക്ക് പോകാം. അത് സ്വർഗത്തിലേക്ക് ലഭിക്കാനാണ് നമ്മുടെ ജീവിതമൊക്കെ എന്നുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് എത്ര തന്നെ ആഘോഷങ്ങൾ ഉണ്ടായാലും, എത്ര തന്നെ ഭയങ്കര രീതിയിലുള്ള സന്തോഷങ്ങൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയാലും മരണത്തെ നിങ്ങൾ മറക്കരുത് എന്നുള്ളതാണ്. മനുഷ്യർ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ ശ്രമിക്കുന്ന സത്യം എന്നുള്ളത് മരണമാണ് അല്ലേ? പെരുന്നാളുകൾ, സന്തോഷം, പുതിയ വസ്ത്രങ്ങൾ, ചിരികൾ, ആഘോഷങ്ങൾ, ഇതിൻ്റെ ഇടയിലും ഒരു മനുഷ്യൻ്റെ പിന്നിൽ നിശബ്ദമായി കൊണ്ട് നിൽക്കുന്ന, വിളിക്കാതെ ക്ഷണിക്കാതെ എത്തുന്ന ഒരു അതിഥിയാണ് മരണമെന്നുള്ളത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതൊരു ശരീരവും, ഏതൊരു ആത്മാവും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും.
അല്ലേ? മരണത്തിൻ്റെ രുചി. ആരൊക്കെ ജീവിച്ചിട്ടുണ്ടോ അവരൊക്കെ ഈ ദുനിയാവിൽ മരണപ്പെടേണ്ടവൻ തന്നെയാണ്. മറ്റൊരു സ്ഥലത്ത് പടച്ചറബ് തുറന്നു വെക്കുകയാണ്, പടച്ചറബ് നമ്മെ വിവരിക്കുകയാണ്. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും, ഒരു കോട്ടകൾക്കുള്ളിൽ പോയിട്ട് നിങ്ങൾ അഭയം പ്രാപിച്ചാലും നിങ്ങളുടെ മരണം എവിടെയാണോ വരാനിരിക്കുന്നത്, പ്രത്യേകിച്ച് സന്ദർഭത്തിൻ്റെ മാനദണ്ഡമില്ലാതെ, പ്രത്യേകിച്ച് സമയത്തിൻ്റെ മാനദണ്ഡമില്ലാതെ, ഇന്നാലിന്ന സ്ഥലത്തിൻ്റെയോ ഇന്നാലിന്ന വസ്ത്രത്തിൻ്റെയോ യാതൊരുവിധ ബാധ്യതകളോ യാതൊരുവിധ സന്ദർഭവുമില്ലാതെ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. മരണത്തിൽ ഇന്നലെ വ്യക്തിയോ ഇന്ന പ്രായോ ഒരു കണക്കൊന്നുമില്ല. മരണം എപ്പോഴാണോ പടച്ചിറപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്, അവൻ്റെ കിതാബിൽ എപ്പോഴാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും. ഒരിക്കൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അല്ലെ, ആഘോഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു മരണത്തെ മറന്നുകൊണ്ടുള്ള ആഘോഷമാണോ നമ്മൾ പേടിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ വർഷം നമ്മളോട് തോളോട് തോൾ ചേർന്ന് നിന്നിട്ടുള്ള ആഘോഷിച്ച ഇന്ന് ഖബറിൻ്റെ ഇരുട്ടുകളിലാണ്. അവരുടെ വസ്ത്രം ഇപ്പോഴും നമ്മുടെ വീടുകളിലുണ്ട്. അവരുടെ മൊബൈൽ നമ്പറുകൾ ഇന്ന് നമ്മുടെ മൊബൈലിൽ ഉണ്ടായേക്കാം, പക്ഷേ ഒരിക്കലും പോലും മറുപടി തരാൻ അവരെ കൊണ്ട് സാധ്യമാകുകയില്ല. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് മാറടി ഖബറിൽ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളെ യഥാർത്ഥത്തിലുള്ള ജീവിതം, ദുനിയാവിലെ ജീവിതം എന്നുള്ളത്. റബ്ബ് പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അതായത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരാണ്, അക്സിറു സിക്റ ഹാദിഹി ലദ്ദാത്തിൽ മൗത്ത്, എല്ലാവിധ സുഖങ്ങളെയും എല്ലാവിധ ആനന്ദങ്ങളിലുമൊക്കെ മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങളൊന്ന് ഓർക്കണേ സുഹൃത്തുക്കളെ എന്ന് അവിടുന്ന് പറഞ്ഞു വെക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തെ ഓർക്കുന്ന ഒരു ഹൃദയം പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും. അവന് പാപം ചെയ്യാൻ തോന്നുകയില്ല. അവന് ഖബറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക, അല്ലേ? കുടുംബക്കാരില്ല, ബന്ധുമിത്രാദികളില്ല, സുഹൃത്തുക്കളില്ല, എൻ്റെ ആൾബലമില്ല, എൻ്റെ പദവിയില്ല, എൻ്റെ വിദ്യാഭ്യാസമില്ല, ഒന്നും തുണക്കുകയില്ല. നീ നിന്റെ റബ്ബിന് വേണ്ടി കൊണ്ട് ചെയ്തത് എന്താണോ അത് മാത്രമേ നിന്റെ തുണക്ക് വേണ്ടി നാറടി ഖബറിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. അല്ലെ, ഇനി മഹാമാരുടെ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിനരികിൽ നിൽക്കും, അങ്ങനെ പൊട്ടിക്കരയാണ്. ആളുകൾ ചുറ്റും കൂടിയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സ്വർഗത്തെയും നരകത്തെയും ഓർക്കുമ്പോൾ നിങ്ങളിങ്ങനെ കരയുന്നില്ല അല്ലേ? കാരണം കരയുന്നത് എന്താ? അല്ലെ, നരകത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇമാളുടെ ഹൃദയക്കാണെങ്കിൽ കുറച്ച് കരച്ചിലൊക്കെ വരും. സ്വർഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ റബ്ബേ എനിക്കൊക്കെ സ്വർഗം കിട്ടുമെന്ന് കയറിയിട്ട് അപ്പോഴും കുറച്ചൊക്കെ നമുക്ക് കരച്ചിൽ വരും. എന്നാൽ ഇപ്പോഴൊന്നും കരയാത്ത നിങ്ങൾ എന്തിനാണ് ഈ ഖബർ കാണുമ്പോൾ കരയുന്നത്? അവിടെ ചോദിക്കുകയാണ്, അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഖബർ അതിൻ്റെയൊക്കെ ഒരു വാതിലാണ്, അതിൻ്റെയൊക്കെ ഒരു വാതിലാണ്. ഖബറിലൂടെ കടക്കാത്ത ഞാൻ എങ്ങനെയാണ് നാളത്തെ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് ചിന്തിക്കേണ്ടില്ലല്ലോ? ആദ്യം നിങ്ങൾ ഖബറിനെ കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് മതി നാളത്തെ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് ചിന്തിക്കൽ എന്നാണ് സാരം എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഇന്നത്തെ മനുഷ്യൻ തന്നെ മറക്കാൻ ശ്രമിക്കുകയാണ്. മരണ വാർത്തകൾ പോലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അതാ മറക്കപ്പെടുകയാണ്. ഖബർസ്ഥാനങ്ങളിൽ സന്ദർശനങ്ങൾ അതാ കുറഞ്ഞു വരികയാണ്. ഓരോരോ മരണ വാർത്തകളും നമ്മുടെ ഹൃദയത്തിൽ യാതൊരു തരത്തിലുള്ള സ്വാധീനവും നമ്മളിൽ ചെലുത്തുന്നില്ല. അല്ലേ, സലഫുകളൊക്കെ മരണത്തെക്കുറിച്ചിട്ട് അധികം ഓർക്കുമായിരുന്നു. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കുകയാണ്, മരണത്തെ അധികം ഓർക്കുമെൻ്റെ ദുനിയാവ് ചെറുതാകും. കാരണം എന്താ? അവിടെ നാളത്തെ വിശാലമായിട്ടുള്ള സ്വർഗത്തെ കുറിച്ചിട്ടും അതിഭയാനകമായിട്ടുള്ള നരകത്തെ കുറിച്ചിട്ടൊക്കെ ഓർക്കാനുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ദുനിയാവ് അവൻ്റെ കണ്ണിൽ ചെറുതാണ് അല്ലേ? അത് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്, എന്ത്? നിങ്ങളൊരു യാത്രയിലാണ്, ഒരു നീണ്ട യാത്രയിലാണ്, ഒരു വിശ്വത്തിൻ്റെ അല്ലെങ്കിൽ മരത്തിൻ്റെ തണലിൽ നിങ്ങളിങ്ങനെ വിശ്രമിക്കുകയാണ്. ആ ഒരു ഇടവേള മാത്രമാണ് സ്വഹാബ ഈ ഒരു ദുനിയാവ് എന്നുള്ളത് അവിടുന്ന് പറഞ്ഞു വെക്കുകയാണ്. അത്രയേ ഉള്ളൂ, ഇത്ര നിസ്സാരമാക്കുകയാണ്. പിന്നെ വേറെ ഹദീസ് അങ്ങ് എടുത്ത് പരിശോധിച്ചൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു ചത്ത് ചീനിട്ടുള്ള ഒരു ആടിനെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ്, സ്വഹാബ നിങ്ങൾക്ക് ഈ ആടിനെ വേണോ? സ്വഹാബത്തുള്ള മറുപടി പറയണില്ല. കാരണം ആ മൗനത്തിൻ്റെ അർത്ഥം ആർക്കും വേണ്ട എന്നുള്ളതാണ്. പിന്നീട് ഇത്ര തുക നിശ്ചയിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, സ്വഹാബ നിങ്ങൾക്ക് ഈ ചത്ത് ചെയ്യുന്നിട്ടുണ്ട്, എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും, നിങ്ങൾക്ക് വേണോ ഈ ആടിനെ? അവിടുന്ന് സ്വഹാബാക്കള് മറുപടി കൊടുക്കുകയാണ്, വേണ്ട റസൂലെ, ചത്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ്, അതിനൊരു കാര്യം എന്താ? എന്നാൽ അവിടുന്ന് റസൂലിനായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്, എന്നാൽ ഇതിനേക്കാളേറെ നിസ്സാരമായിക്കൊണ്ട് നിങ്ങൾ കാണണം ഈ ദുനിയാവിൻ്റെ പളവളപ്പുകളിൽ കണ്ണിനെ വഞ്ചിക്കുന്ന, കാതിനെ വഞ്ചിക്കുന്ന, ഹൃദയത്തെ റാഞ്ചി എടുത്തു കൊണ്ടുപോകുന്ന, ചിന്താഗതികളെ തന്നെ മാറ്റിമറിക്കുന്ന ഈ ദുനിയാവിന്റെ സൗന്ദര്യത്തിൽ ഒരിക്കലും മയങ്ങിപ്പോണ്ടവനല്ല മനുഷ്യൻ എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുകയാണ്. ഈ ഒരു രീതിയിലൂടെ സഞ്ചരിക്കാനാവണം സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം എന്നുള്ള കൂടുതലായിക്കൊണ്ട് പടച്ചിറപ്പിലേക്ക് അടുക്കുക, അവനെക്കുറിച്ച് ഓർക്കുക, ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ സ്ഥലത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, കൈസുമൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്തി. യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ എങ്ങനെയായിരിക്കും? തൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കും. സ്വന്തം നഫ്സിനല്ലേ തിന്മകൾ ചെയ്യാനുള്ള പ്രവണതയാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുത്തിട്ടുള്ളത്. തിന്മയിലേക്ക് പോകും, സഞ്ചരിക്കും. പക്ഷെ എന്താണ് അവിടെ ഒരു നിയന്ത്രണം അല്ലേ? എനിക്കിത് ചെയ്താൽ എൻ്റെ റബ്ബിന് ഇഷ്ടമല്ല, എൻ്റെ റബ്ബ് വെറുക്കപ്പെട്ടതാണ്, ഇത് നിരോധിച്ചതാണ്, തിന്മയാണ്, എൻ്റെ റബ്ബിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിതാ അതിലേക്ക് കടക്കുന്നില്ല എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അവനെ മരണത്തെക്കുറിച്ച് ഓർക്കുകയും നാളത്തെ ജീവനം സുഖകരമായിക്കൊണ്ട് മുന്നേറുകയുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് യഥാർത്ഥത്തിലുള്ള ദുആഇൻ്റെ ഒരു ശക്തി എന്നത്. ഒരു മുഅ്മിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന, അതായത് ദുആ എന്നുള്ളത്. മനുഷ്യന്മാർ കൈപിടിയും, മനുഷ്യന്മാർ വാതിലുകളൊക്കെ അടച്ചിടും, പക്ഷെ അള്ളാഹുവിൻ്റെ വാതിലുകൾ അങ്ങനെ തുറന്നിടുകയാണ്. ലോകം മുഴുവൻ ഉപേക്ഷിച്ചാലും അള്ളാഹു ഒരിക്കലും പോലും ഒരു ദാസനെയും ഒരു അടിമയെയും ഉപേക്ഷിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് സഹാബാക്കൾ ഇങ്ങനെ ഒരു കൂട്ടം സഹാബാക്കൾ റസൂലിൻ്റെ അടുത്ത് വരികയാണ്, റസൂലെ അങ്ങ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, അള്ളാഹു എവിടെയാണുള്ളത്, അള്ളാഹു എവിടെയാണ്, ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ട്, പടച്ചറബ് എവിടെയാണ്? പടച്ചറബ് തന്നെ അതാ മറുപടി കൊടുക്കുകയാണ്, വഇദാ സഅലക ഇബാദി വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നിങ്ങളുടെ റബ്ബ് ദാ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, അതായത് ഞാൻ സമീപസ്ഥനാണ് അല്ലെ. വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമളെങ്ങാനും എന്നെ കുറിച്ച് കൊണ്ട് ചോദിക്കപ്പെട്ട പ്രവാചകർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ അവരെ അടുത്തനുണ്ട്, സമീപസ്ഥനാണ് അല്ലേ. മനുഷ്യൻ്റെ കണ്ടനാടിയേക്കാൾ വേറെ സ്ഥലത്ത് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടനാടി എന്ന് ഉദ്ദേശിച്ച മനുഷ്യൻ്റെ ജീവനാടിയേക്കാൾ എടുത്താണ് എന്തുള്ളത്? റബ്ബുള്ളത്. ഇത്രയും അടുത്തുള്ള റബ്ബിനോട് നമുക്ക് തേടിയാൽ പോലെ ഉത്തരം ലഭിക്കൂലേ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കുറച്ച് റബ്ബ് വേറെ സ്ഥലത്ത് പറയാണ്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതായത് ഈ ഒരു ആയത്തുകളൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിന് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. കാരണം എന്താ? അള്ളാഹു ഏറെ ദൂരെയൊന്നല്ല, കണ്ണിൻ്റെ കട്ടുനോട്ടം അറിയുന്നവൻ പടച്ചറബ് മാത്രമാണ്, ഹൃദയത്തിൻ്റെ മന്ത്രങ്ങൾ അറിയുന്നവൻ പടച്ചറബ് മാത്രമാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ വിശദീകരണങ്ങൾക്ക് ഉണ്ട് ഖുർആനിൽ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രയാസമുള്ള സമയങ്ങളിൽ ആ പ്രാർത്ഥന ഉപേക്ഷിച്ചിരുന്നില്ല. ഏറ്റവും ഉദാഹരണമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ. കാരണം എന്താ? ബദർ യുദ്ധത്തിൻ്റെ രാത്രിയിൽ അദ്ദേഹം കൈകൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ്. എന്താ പ്രാർത്ഥിച്ചത്? പടച്ചറബ്ബേ, ഈ ഒരു സൈന്യം ഇന്ന് ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുകയാണെങ്കിൽ, ഈ ഒരു സൈന്യങ്ങാനും പരാജയപ്പെടുകയാണെങ്കിൽ ഇസ്ലാം പിന്നീട് വ്യാപിക്കുമോ അല്ലെങ്കിൽ പരക്കുമോ എന്ന് എനിക്ക് സംശയമാണ് റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ റബ്ബ് അതേ പ്രാർത്ഥന ഇന്ന് എടുത്തതായിക്കൊണ്ട് സ്വീകരിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. അതായത് വേറെ സ്ഥലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുകയാണ്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസികൾക്കുള്ള ആരാധന എന്ന്. ഇന്ന് പലരും ആ ഒരു പ്രാർത്ഥനയെ കുറിച്ചിട്ട് മറക്കുകയാണ്. പ്രശ്നങ്ങൾ വന്നാൽ മനുഷ്യന്മാരിലേക്കാണ് ആദ്യം ഓടുന്നത് അല്ലേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തെ പരിശോധിച്ച് നോക്കിയാൽ സ്വന്തം പിതാവിനെ ദീനിലേക്ക് വിളിക്കുന്ന ചരിത്രമുണ്ട്. ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്ന് നിങ്ങൾക്കിത് കഴിയണം മനസ്സിലാകും അല്ലെ. സ്വന്തം ബാപ്പയെ ദീനിലേക്ക് വിളിക്കാൻ എന്താ പ്രശ്നമാണോ? അപ്പാണ്ട് വേക്കിട്ട് കണ്ടെന്ന് ഇറങ്ങിപ്പോവില്ല. അപ്പാണ്ട് പ്രശ്നമല്ല. പടച്ചറബിനെ പരിചയപ്പെടുത്തുന്ന സുന്ദരമായിട്ടൊരു രംഗമുണ്ട്. പൊന്നാര ബാപ്പ, കാണാൻ സാധ്യമല്ലാത്ത, കേൾക്കാൻ സാധ്യമല്ലാത്ത ഒരു ഉപകാരമോ ഉപദ്രവമോ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധ്യമല്ലാത്ത ഈ ബിംബങ്ങൾക്ക് മുമ്പിൽ, ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തലകുനിക്കേണ്ടത്? ഇന്ന് നമ്മുടെ നാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ കാണാൻ സാധ്യമല്ലാത്ത, കേൾക്കാൻ സാധ്യമല്ലാത്ത ഒരു ഉപകാരമോ ഉപദ്രവമോ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധ്യമല്ലാത്ത സൃഷ്ടികളോട് നിങ്ങൾ എന്തിനാണ് തേടുന്നത് സഹോദരങ്ങളെ? എല്ലാം കേൾക്കുന്ന സൃഷ്ടാവിലേക്കാണ് നമ്മൾ മടങ്ങെഴുതുന്ന ആഹ്വാനമാണ് പ്രവാചകന്മാർ മുഴുവനും എന്ന് ചരിത്രത്തിൽ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലേ. പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേറൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. തൗഹീദിൻ്റെ ഏറ്റവും വലിയ വചനം അത് തന്നെയാണ്. പടച്ച റബ്ബില്ലാതെ ഒരു ഇലാഹുല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് അല്ലേ മത്സരത്തിൽ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നീ അല്ലാതെ ആരാധനക്കർഹനില്ല, നീ എത്രയോ പരിശുദ്ധനാണ്, തീർച്ചയായും ഞാനിതാ അക്രമങ്ങളിൽ ഞാനിതാ പെട്ടവനായിരിക്കുന്നു അല്ലേ. എന്തെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ ചെയ്താൽ, പാപികളായിട്ട് നമുക്കൊക്കെ പ്രതീക്ഷയാണ് എന്താ? റബ്ബ് നമ്മളെ കൈവിടിയില്ല. റബ്ബ് ദുആനെ നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ അല്ലേ. ഇരുട്ടിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു വെക്കുകയാണ്, അതായത് ഓരോ രാത്രിയും നമ്മുടെ റബ്ബ് താഴത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എൻ്റെ അടിമ എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ?
എൻ്റെ അടിമ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പടച്ചറപ്പ് ആകാശത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് ഞാൻ അവന് ഉത്തരം കൊടുക്കുമെന്ന് പടച്ചറപ്പിനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതായിക്കൊണ്ട് പ്രവാചകൻ ഇങ്ങനെ പറയിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിൽ വലിയുള്ളൊരു കാരുണ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. മനുഷ്യൻ്റെ വാതിലിൽ പല നിരാശയായിക്കൊണ്ട് നമ്മൾ പലപ്പോഴും മറങ്ങിയിട്ടുണ്ടാവും അല്ലേ, ഞാൻ ഇന്ന വ്യക്തിയെ കണ്ടുകൊണ്ട് അല്ലേ, ഓൻ എനിക്കൊരു പ്രയാസം തന്നിട്ടുള്ളത്, ഇന്ന വ്യക്തി എനിക്കൊരു എന്താ പറയുക, എനിക്കൊരു മനസ്സംതൃപ്തിയുള്ള മറുപടി ഒന്നല്ല നൽകിയിട്ടുള്ളത് എന്ന് പലപ്പോഴായിട്ട് ആളുകൾ പറയുന്നതായിക്കൊണ്ട് കാണാറുണ്ട്. പക്ഷേ പടച്ചറപ്പ് ഒരിക്കലും ഒരു അടിമയെ നിരാശപ്പെടുത്തുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അല്ലേ. അതുകൊണ്ട് ഞാനൊക്കെ പ്രാർത്ഥിച്ച റബ്ബ് കേൾക്കുമോ, ഞാനൊക്കെ ഭയങ്കര പാപം ചെയ്തവനല്ലേ എന്ന് ആർക്കും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ സാരം എന്നുള്ളത്. പിന്നെയുള്ളതാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യം. ഇസ്ലാം എന്നുള്ളത് തന്നെ മനുഷ്യനെ ഒന്നിപ്പിക്കാൻ വന്നിട്ടുള്ള മതമാണ്, ഭിന്നിപ്പിക്കാനല്ല ഒന്നിപ്പിക്കാൻ വന്നിട്ടുള്ള മതമാണ്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പോഴും വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥ തന്നെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ വെറുപ്പുകളിലേക്ക് മാറുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തർക്കങ്ങൾ അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ഹൃദയങ്ങളെങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രസക്തമായിട്ടുള്ള ആയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖൂ. എല്ലാവരും അല്ലാഹുവിൻ്റെ കയറിനെ, പടച്ച റബ്ബിൻ്റെ ദീനായിട്ടുള്ള ഈ മതത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ഒരിക്കലും പോലും ഭിന്നിക്കരുത്. പടച്ച റബ്ബ് എന്നെ പറഞ്ഞു വെക്കുകയാണ് അല്ലേ. മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. സത്യവിശ്വാസികൾ എന്നൊരു പരസ്പരം ഭിന്നിപ്പിക്കാനല്ല, എന്താണ്, നിങ്ങൾ പരസ്പര സഹോദരങ്ങളാണ്. എൻ്റെ സഹോദരന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ആ ഒരു ഉപമയിലൂടെ തന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മിപ്പിച്ചത്. അതായത് മുഅ്മിനീങ്ങളെല്ലാം തന്നെ സഹോദരങ്ങളാണ്. വേറെ സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് അൽ മുസ്ലിമു അഖുൽ മുസ്ലിമു ലാ യുദ്ലിമുഹു വലാ യദ്ഖുലുഹു. അതായത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്, അവനെ അന്യായം ചെയ്യരുത്, അവനെ ഉപദ്രവിക്കുകയും ചെയ്യരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും ഉമ്മത്ത് വേദനയിലാണ്. പല രാജ്യങ്ങളിലും മുസ്ലിങ്ങളതാ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളതാ അനാഥരായിക്കൊണ്ടിരിക്കുകയാണ്, ഉമ്മമാരതാ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ ഇന്നും പരസ്പരം തർക്കിക്കുകയാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മുടെ നാടുകളിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ എന്താ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ തർക്കിക്കുക. ഒരു വലിയ സമുദായം തന്നെ കണ്ണീരിലാകുമ്പോൾ നമ്മളൊക്കെ എന്തിനാണ് ഇങ്ങനെ തർക്കിക്കേണ്ടതെന്ന് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളെ ഒരു ശരീരത്തോട് ഉപമിച്ചുകൊണ്ട് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, മസലുൽ മുഅ്മിനൂന ഫീ സവാദിഹിം വതറാഹുമിഹ കമസലിൽ ജസദി വാഹിദുൻ. അതായത് പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും മുഅ്മിനീങ്ങൾ ഒരൊറ്റ ശരീരത്തെ പോലെയാണ്, ഒറ്റ ശരീരത്തെ പോലെയാണ്. ശരീരത്തിൻ്റെ ഒരു ഭാഗം വേദനിച്ചാൽ എന്താ അല്ലേ, മറ്റു ഭാഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുള്ള വേദനയൊക്കെ അങ്ങനെ പടരുന്നു ഒരിക്കും അല്ലേ. ഹോസ്പിറ്റലിൽ ചെന്നാലൊക്കെ ഡോക്ടർമാർ ചോദിക്കും, എന്തേ ഇവിടെ ഒരു ചെറിയ പൊട്ടലുണ്ട്, ഇതിൽ ചെറിയ ചതവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന ഭാഗത്തുണ്ടൊക്കെ ഡോക്ടർമാർ ചോദിക്കുന്ന കാരണം എന്താ, മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ. ഒരു ശരീരത്തിന് ഒരു ഭാഗം വേദനിച്ചാൽ മറ്റു ഭാഗങ്ങൾ വേദനിക്കും. എന്നാൽ ഇതുപോലെ തന്നെയാണ് ഉമ്മത്തിൻ്റെ അവസ്ഥ. ഏതെങ്കിലും സമുദായത്തിൽ ഇങ്ങനെ ഭിന്നത ഉണ്ടെങ്കിൽ അത് കുറയല്ല ചെയ്യുക, അതിങ്ങനെ കൂടുകയോ ചെയ്യുക. അതുകൊണ്ട് ഒരു ഒത്തൊരുമ നമുക്ക് ആവശ്യമാണ്, ഒരു ഐക്യം അല്ലേ. അതായത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും, പക്ഷെ എന്താണ്, ഹൃദയങ്ങൾ തമ്മിലുള്ള വെറുക്കാത്ത ദേഷ്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചിട്ടുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ രീതിയിൽ സഞ്ചരിക്കണം എന്നുള്ളതാണ്. പിന്നീടാണ് സമയത്ത് യാതൊരു വില കൽപ്പിക്കാത്ത ജീവിതങ്ങൾ. സമയത്തിന് യാതൊരു വിലയും കൽപ്പിക്കൂല. മനുഷ്യന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് സമയം എന്നുള്ളത്. അതായത് പടച്ച റബ്ബ് തന്നെ പറയുന്നുണ്ട്, നമുക്കറിയാവുന്ന സുപരിചിതമായിട്ടുള്ള ആയത്താണ്, വൽ അസ്ർ. എന്നിട്ട് തുടരുകയാണ് പടച്ച റബ്ബ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസർ. കാലം തന്നെയാണ് സാക്ഷ്യം, കാലം തന്നെയാണ് സത്യം. കാലത്തെ സത്യം ചെയ്തുകൊണ്ടാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്, തീർച്ചയായിട്ടും മനുഷ്യനതാ നഷ്ടത്തിൽ തന്നെയാകുന്നു. ഈ ഒരു സൂറത്ത് മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവനുള്ള ഒരു മുന്നറിയിപ്പാണ്. മനുഷ്യൻ്റെ സമയമതാ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അതോടൊപ്പം മനുഷ്യൻ്റെ ആയുസ്സത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലരും മണിക്കൂറുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊബൈലുകളിൽ ഇങ്ങനെ ചിന്തിരിക്കുമ്പോൾ, മറ്റ് സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ സമയം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ സ്വയം തന്നെ ചോദിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുപരിചിതമായിട്ടുള്ള ആയത്തും ഇവിടെ പ്രസക്തിയാണ്. എന്താണ്, നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. മനുഷ്യർ കൂടുതലും അശ്രദ്ധമാകുന്ന നിഅമത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഏതാണത്? അസ്സിഹത്തു വൽ ഫറാ. ഒഴിവ് സമയവും ആരോഗ്യവുമാണ് അല്ലേ. നാളെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുക. നമുക്ക് മനസ്സിലാക്കണം, എന്താണ്, നിന്റെ സമയം നീ എങ്ങനെ വിനിയോഗിച്ചു, നിന്റെ സമയം നീ എന്തിനു വിനിയോഗിച്ചു, നിന്റെ ആരോഗ്യം
അല്ലേ? ഇതിനൊക്കെ ഒരു വില മനസ്സിലായി. നമുക്ക് പഴയ ഒരു ചൊല്ലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പല നാട്ടുകളിൽ പല ചൊല്ലുകളൊക്കെ നമുക്ക് കേട്ടിട്ട് എന്താണ്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല പറയും അല്ലേ? ഇതൊക്കെ നൽകിക്കൊണ്ടിരിക്കുക, നമുക്ക് ഇതിനൊരു വില അറിയില്ല അല്ലേ? ഇതൊക്കെ അറിയാത്തതിൻ്റെ, അതായത് സമയവും ആരോഗ്യവും ഒന്നും കിട്ടാത്തവരുടെ അടുത്ത് പോയിട്ട് ഇതിനെ കുറിച്ചൊക്കെ ചോദിച്ചു നോക്കണം അല്ലേ? അവരൊക്കെ പറഞ്ഞു തരും ഇത്ര സുന്ദരമായിട്ടുള്ള രീതി. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാനും ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനും നമ്മളെ കൊണ്ട് സാധ്യമാകേണ്ടതുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നന്ദിയില്ലാത്ത ജീവിതത്തിൽ അപകടങ്ങളും യുവാക്കൾക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിലുള്ള ഇന്നത്തെ ഫിത്തനകളെ കുറിച്ചിട്ടും മരണത്തെ മറന്നിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ചിട്ടും പ്രാർത്ഥനയെ മറക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചിട്ടും ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചിട്ടുമാണ്, സമയത്തിൻ്റെ ഒരു വിലയെക്കുറിച്ചിട്ടുമാണ് നാം ഇതുവരെ പറഞ്ഞു നിർത്തിയത്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചിട്ട് നമുക്കിവിടെ പറയാതിരിക്കാൻ വേണ്ടി സാധ്യമല്ല എന്നുള്ളതാണ്. ഖുർആനിൽ നിന്ന് അകന്നു പോയി നിന്നിട്ടുള്ള സമുദായം, അതായത് കാണാൻ വേണ്ടി സാധിക്കും, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഈ ഖുർആൻ ഏറ്റവും ശരിയായിട്ടുള്ള നേർമാർഗത്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളത് പടച്ച റബ്ബിനെ പറഞ്ഞു വെക്കുകയാണ്. വേറെ സ്ഥലത്ത് കാണാൻ വേണ്ടി സാധിക്കും, സൂറത്തുൽ ഇസ്രായിലൂടെ വയുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഖുർആനിൽ മുഅ്മിനീങ്ങൾക്ക് അതാ രോഗശമനവും കാരുണ്യവുമായി കൊണ്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട് ഖുർആനിനെ. എന്ന് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അല്ലേ, മനുഷ്യനാണ് എന്താ വേവലാദികൾ, ആവലാദികൾ, ദുഃഖങ്ങൾ, പരിഭവങ്ങൾ, ഇതൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളത്. ഇതിനൊക്കെ ഒരു സമാധാനം കിട്ടണമെങ്കിൽ എന്താണ്, ഈ ഒരു ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം അല്ലേ? എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഉക്കാള ചന്തയിലെ പോക്കിരിയായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ എതിർക്കാവുന്ന എതിരാളികൾ ചെറുവിരൽ മുറിച്ചെടുത്തുകൊണ്ട് കഴുത്തിൽ മാലയാക്കി തൂക്കിയിരുന്ന വലിയ പോരാളി പിന്നീട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇസ്ലാമിൻ്റെ സുന്ദരമായിട്ടുള്ള രീതിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഉമറിൻ്റെ കൈത് നന്നായാൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും നന്നാകില്ല എന്ന് മുദ്ര കുത്തിയിട്ടുള്ള സമുദായം പിന്നീട് ആശയം പോലും അറിയാതെ ഖുർആനിൻ്റെ കേവലം വാക്യങ്ങൾ കേട്ടുതരാ സുന്ദരമായിട്ടുള്ള ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി സാധിക്കും. റസൂലിൻ്റെ ജീവിതത്തിലേക്ക് അല്ലെ, റസൂലിൻ്റെ തല കൊണ്ടുവന്നാൽ 100 ഒട്ടകത്തെ പ്രഖ്യാപിച്ചിരുന്ന സമയത്ത് അവിടെ മുൻപന്തി ഇരുന്ന് റസൂലിൻ്റെ തലയറുക്കാൻ വേണ്ടി പുറപ്പെട്ടിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ മരണവാർത്ത അറിയുകയും ആരാണോ റസൂൽ മരിക്കുന്നതെന്ന് എന്നോട് വന്ന് എൻ്റെ കാതുകളിൽ പറയുന്നാൽ ഞാൻ അവൻ്റെ തലയറുക്കുമെന്ന് പിന്നീട് പ്രഖ്യാപിച്ച മാറ്റിമറിച്ചിട്ടുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഇവിടെയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സൂറത്ത് ത്വാഹ എന്ന് പറയുന്ന, ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെ തന്നെ പ്പെടുത്തിയത്, സുന്ദരമായിട്ട് അള്ളാഹിനെ പരിചയപ്പെടുത്തിയത്, ദീനിലേക്ക് കാലെടുത്ത് വെക്കാൻ കാരണമായിട്ടുള്ളത് ഇതേ ഖുർആൻ. ഒരു മാറ്റവുമില്ലാതെ, ഒരു തിരുത്തലും കൂടെ ഇല്ലാതെ ഇന്നും നമ്മുടെ വീടിൻ്റെ തട്ടിമ്പുറങ്ങളിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ പരാജയവും അല്ലേ, ചെറിയ വേദനയോടെയാണ് എനിക്കിത് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഒന്ന് മറിച്ചു നോക്കുക, തഫ്സീറൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അല്ലേ. തിരക്കുകളൊക്കെ ഉണ്ടാവും, മനുഷ്യന്മാരാണ്, പക്ഷേ പടച്ച റബ്ബിലേക്ക് അടുക്കാത്ത തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. തിരക്കുകളൊക്കെ ആരാ നൽകിയിട്ടുള്ളത്? പടച്ച റബ്ബാണ് നൽകിയിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നമുക്കൊണ്ട് പറയാൻ സാധിക്കുന്നത്. പെരുന്നാൾ കഴിഞ്ഞു, തക്ബീറുകളുടെ ശബ്ദങ്ങളൊക്കെ ശാന്തമായി, വീടുകളിൽ തിരക്കുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ അവസാനിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. തഖ്വ, ഇബാദത്ത്, ദുആ, അള്ളാഹിനുള്ള സ്നേഹം. ഈ ലോകം എന്നുള്ളത് സ്ഥിരമല്ല. പുതിയ വസ്ത്രങ്ങളുടെ രുചി മങ്ങിപ്പോവും, പുതിയ പുതിയ വിഭവങ്ങളുടെ രുചി അവസാനിക്കും, എല്ലാ ചിരികളൊക്കെ ഓർമ്മകളായിക്കൊണ്ട് നിൽക്കും. പടച്ചറബ് പറയാണ്, സ്ഥിരമായിക്കൊണ്ട് നിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും നല്ലത്. അതുകൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യുക അല്ലേ. അത് കൂടുതലായിക്കൊണ്ട് നൽകിയാലല്ലേ, കൂടുതലായി ചെയ്താലല്ലേ പടച്ചറബിലേക്ക് അടുക്കുക. എന്നൊന്നുമില്ല, കുറച്ച് ചെയ്താലും
അത് കണ്ടിന്യൂ ആയിക്കൊണ്ട് സ്ഥിരമായിട്ട് തന്നെ ചെയ്യുക. അതാണ് പടച്ചിറപ്പിൽ ഏറ്റവും കൂടുതൽ അഫ്ളൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു സുദിനത്തിലും അതിര് വരമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ പടച്ചിറപ്പ് സുബ്ഹാനഹു വ തആല. ആനന്ദങ്ങൾ, ആഹ്ലാദങ്ങൾ, സന്തോഷങ്ങളൊക്കെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്ന് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ അതിര് വരമ്പുകളുണ്ട്. അതിര് കിടക്കാതെ പ്രാർത്ഥനയോട് കൂടിയിട്ട് സ്വന്തം ജീവിതത്തേക്ക് ഒന്ന് ഉണർത്തിക്കൊണ്ട് അല്ലെ പൊടി തട്ടിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ റബ്ബിങ്കിലേക്ക് അടുക്കുന്ന ഉത്തമ സമൂഹമായിക്കൊണ്ട് നമ്മളെ മാറ്റട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപികളാണ് മനുഷ്യരായിട്ടുള്ള ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബേ നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, വീട്ടുകാർ, അവരൊക്കെ ഖബറിയുടെ റബ്ബേ നീ വിശാലമാക്കി കൊടുക്കുകയും അവരോടൊപ്പം ഞങ്ങളെയും നാളത്തെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. മുസ്ലിമാരിൻ്റെ പേരിൽ, ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇന്ന് പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിലും വേദനയോട് കൂടിയിട്ട് നീങ്ങുന്ന പല മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളുടെ റബ്ബേ ഇവിടേക്ക് എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുകയും സമാധാനത്തിൻ്റെ ഒരു ജീവിതം അവർക്ക് നൽകുകയും ചെയ്യണമേ. رب اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا للوالدين من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.